ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനിതോടെ സുഖമായിരിക്കുന്നു. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റമദാനിൽ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് തരിക്കഞ്ഞി അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കാറെന്നൊന്ന് കാണിച്ചു തരാം. ഞാൻ തയ്യാറാക്കുന്ന ഒരു മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. ആവശ്യത്തിനുള്ള റവ, പിന്നെ നെയ്യ്, സേമിയോ, ചെറിയ ഉള്ളി, ആവശ്യത്തിന് കാഷ്യൂ നട്ട്സും പിന്നെ അതേപോലെ തന്നെ കിസ്മിസും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായതിന് ശേഷം നെയ്യാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ റവ ഒന്നൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മൾ റവ തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, റവ ഇങ്ങനെ കട്ട കുത്തിയിട്ട് നിൽക്കില്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കട്ടൊന്നും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റായ രീതിയിൽ കിട്ടും. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ റവ എന്ത് ചെയ്യാണ്, ഒന്ന് വറുത്തിട്ട് ഒന്ന് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി സെയിം പാനിലോട്ട് തന്നെ കുറച്ച് നെയ്യ് ചേർത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ മാറ്റി വെച്ചിട്ടുള്ള സേമിയോ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വറക്കാത്ത സേമിയോ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. ഒരുപാട് കളർ ചേഞ്ച് ആയിട്ട് കരിഞ്ഞു പോകുന്ന രീതിയിൽ ആകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതി. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്കാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള റവ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല രീതിക്കൊന്ന് രണ്ടും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കേണ്ടതുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാനിതിലോട്ട് നല്ല തിളച്ച വെള്ളം 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഞാൻ ഈ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത് പാലിലോ അല്ലെങ്കിൽ പാക്കറ്റ് പാലിലോ അല്ലെങ്കിൽ നമ്മുടെ തേങ്ങാപ്പാലിലോ ഒന്നല്ല ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് യൂസ് ആക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലോട്ടൊരു 3 ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുന്നേ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. 1 കപ്പ് വെള്ളം, തിളച്ച വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാൽപ്പൊടിയിൽ വെള്ളം മിക്സാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത്, ആ ഒരു വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പാലില്ലാന്ന് വെച്ചിട്ടൊന്നും തരി ഉണ്ടാകാതിരിക്കില്ലല്ലോ. തേങ്ങാപ്പാലിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിപ്പോൾ ഞങ്ങളാകെ 3 പേരേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് നല്ല രീതിക്കൊന്ന് തിളച്ച് വരണം. ഓവറായിട്ട് ഇങ്ങനെ കുറുക്കിക്കൊണ്ടിരിക്കേണ്ട. പിന്നെ ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, റവ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം കഴിഞ്ഞാൽ ഇങ്ങനെ തിക്കായിട്ട് വരും. പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസി ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു 5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായി കട്ടാക്കിയതാണ്. ഈ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. കാരണം ചില ആൾക്കാർക്കൊന്നും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാവണമെന്നില്ല. ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് ഈ ഒരു വറവ് തയ്യാറാക്കുന്നത്. അപ്പോൾ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പായസം കുടിക്കുന്നത് പോലെയും അങ്ങനെ യൂസ് ആക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഉള്ളി കുറച്ച് കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കാഷ്യൂ നട്ട്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ കിസ്മിസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓവറായിട്ട് കരിയാണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ തരിക്കഞ്ഞിയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്, അതേപോലെ സിമ്പിൾ റെസിപ്പിയാണ്. ഇതേ രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. റവയൊന്നും കട്ട കുത്താതെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തരിക്കഞ്ഞി റെഡിയാക്കാവുന്നതാണ്. ഞാൻ സാധാരണ ഇങ്ങനെയാണ് തയ്യാറാക്കലുള്ളത്. ഇതെൻ്റെ ഉമ്മ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ്. വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് ഞാൻ തരി കാച്ചാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.